ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ. ഇന്നലെ നമ്മൾ ഒരു ക്വിസ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷേ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് സാധാരണയായി എക്സാമിൽ കിട്ടുന്നത് 20 മിനിറ്റാണ്. അതിനുള്ളിൽ 30 ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ചാപ്റ്റർ പർട്ടിക്കുലറായിട്ട് എടുത്തിട്ട് ആ ചാപ്റ്ററിൻ്റെ ക്വിസ് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ധാരാളം പ്രസിഡൻസ് ആയി ക്രോച്ചി. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഞാൻ ട്രിക്കുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നിരുന്നു. ഓർത്തിരിക്കേണ്ടത് ട്രാം ഉണ്ടോ നോക്കുക, രണ്ടാമതായി ധാരാളം പ്രസിഡൻസായുടെ സൈൻ ഉണ്ടോ നോക്കുക, മൂന്നാമതായി എന്താണ് നോക്കേണ്ടത്, ട്രാമും ധാരാളം പ്രസിഡൻസ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കുക, നാലാമതായി റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആണോ നോക്കുക. ഓക്കെ, ഈ 4 ട്രിക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഈ 30 ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്തു തീർക്കാം, എത്ര എണ്ണം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, Nell'incrocio rappresentato nella figura il veicolo, i veicoli passano nel seguente ordine: CNS. CNS എന്ന് പറയുമ്പം ചിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആണോ? അല്ല. അപ്പോൾ ഓൾറെഡി അത് ഫാൾസോ ആണ്. Secondo le norme di precedenza nell'incrocio rappresentato in figura, i veicoli transitano nell'ordine PBC. പിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആണോ? ആണ്. അത് ചീവായിട്ട് എവിടെയും കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ PBC അതിൻ്റെ കറക്റ്റാണ്. Secondo le norme di precedenza nell'incrocio rappresentato in figura, il veicolo O transita prima del veicolo A. O transita prima del veicolo A എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ട്രാമിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം ട്രാം പോയി കഴിഞ്ഞാൽ ഓയും ആയും ജംഗ്ഷനിൽ കാണും. ഓയാണോ ആയുടെ മുന്നിൽ പോകുന്നത്? ആണ്. റൈറ്റ്, വേരോ. Secondo le norme di precedenza nell'incrocio rappresentato in figura, il veicolo D e N passano contemporaneamente. ഡിയും എന്നും ഒരേ സമയത്താണ് പാസ് ചെയ്യുന്നത്? അല്ല. ഡിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആണ്, എന്നിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ അല്ല. ബി ഉള്ളത് കൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ അല്ല. അപ്പോൾ ഫാൾസോ. Secondo le norme di precedenza nell'incrocio rappresentato in figura, i veicoli D e N passano contemporaneamente dopo che è passato il veicolo R. R പോയി കഴിഞ്ഞാൽ R എന്ന് പറയുന്ന വെഹിക്കിൾ പോയി കഴിഞ്ഞാൽ ഡിയും എന്നും ഒരേ സമയത്ത് പാസ്സാകുമോ എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിയും ആറാണ്, ഡിക്ക് എന്നിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ട് വരും. ഓക്കെ, 6 പാസ്സായി കഴിഞ്ഞാൽ ഡിയും എന്നും റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആണ്. വേറോ, അത് ഒരേ സമയത്താണ് പാസ്സാകുന്നത്. വേറോ. Secondo le norme di precedenza all'incroci rappresentato in figura, il veicolo S transita prima del veicolo R. Veicolo S transita prima del veicolo R. എറിൻ്റെ ഇവിടെ നമ്മൾ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പ്രസിഡൻസ ഈ സൈനുണ്ട്. അതിന് റൈറ്റും ലെഫ്റ്റും കൊടുക്കണം. അവസാനം മാത്രമേ ബാക്കി 2 വെഹിക്കിൾ, ഇത് 2 എണ്ണം പോയി കഴിഞ്ഞാൽ ഈ വെഹിക്കിളിന് പോകാൻ പറ്റത്തുള്ളൂ, ഈ വെഹിക്കിളിനും പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ in figura il veicolo S transita prima del veicolo R. എസ്സിന് ആറിന് മുന്നേ പോകാൻ പറ്റും, ഇത് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എസ്സിന് ആറിന് മുന്നേ പോകാൻ പറ്റും. è vero. Nell'incrocio rappresentato nella figura, il veicolo T transita prima del altri veicoli. ടി ആണോ ആദ്യമേ പോകുന്നത് ബാക്കിയുള്ള വെഹിക്കിൾസിനെക്കാട്ടി മുന്നേ എന്നാണ് ചോദ്യം. അപ്പം ടിക്ക് ആദ്യമേ പോകാൻ പറ്റുമോ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഇതുള്ളത്. അപ്പോൾ ഫാൾസോ ആണ്. Nell'incrocio rappresentato nella figura, il veicolo N impegna l'incrocio per l'ultimo. N ഏതാണ്? N മുന്നോട്ടെടുത്താലേ ആറിന് റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ N ലാസ്റ്റാണോ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇംപെഞ്ഞൽ ഇൻക്രോച്ചോ ലുൾത്തിമോ? അല്ല. N മുന്നോട്ടെടുത്ത് സെൻറ്ററിലിട്ട് കഴിയുമ്പോൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈ ബ്ലൂ കാർ ഉള്ളതുകൊണ്ട് അതിന് ജംഗ്ഷൻ വിടാൻ പറ്റത്തില്ല, ഇവിടെ വന്ന് കിടക്കണം ഇടയ്ക്ക് വന്നിട്ട്. അപ്പോൾ ആറിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആവും, ആറിന് നേരെ പോകാം. പക്ഷേ അതാദ്യമേ മൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആദ്യമേ എടുക്കുന്നത് കൊണ്ട് തന്നെ
അത് ജംഗ്ഷൻ വിട്ടു പോകുന്നില്ല, പക്ഷേ ആദ്യമേ സെൻറ്ററിൽ ഇടുന്നതുകൊണ്ട് തന്നെ അതിൽ ചോദ്യം തെറ്റാണ്. falso. Secondo le norme di precedenza nell'incrocio rappresentato in figura il veicolo D passa per il primo. ഡിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏതാണുള്ളത്? ആറുണ്ട്. സോ പാസ പെർ പ്രീമോ? നോ. പാസ പെർ l'ultimo? നോ. പക്ഷേ പാസ പെർ il primo അല്ല. ഡിക്ക് ആദ്യമേ തന്നെ പോകാൻ പറ്റത്തില്ല. എന്നാന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ ആറുമായിട്ട് കണ്ടുമുട്ടുന്നു. ഇവിടെയും ബി ഇടയ്ക്കിട്ട് കഴിയുമ്പോൾ ആറിന് ആദ്യമേ പോകാം, അത് കഴിഞ്ഞ് മാത്രമേ ഡിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഫാൾസോ ആണ്. Nell'incrocio rappresentato in figura i veicoli disimpegnano l'incrocio nel seguente ordine. ഏത് ഓർഡറിലാണ് ഈ വെഹിക്കിൾ ആ ജംഗ്ഷനിൽ നിന്ന് വിട്ടുപോകുന്നതെന്നാണ് പറയുന്നത്. ആയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആണ്, ആ കറക്റ്റാണ്. പക്ഷേ ഹെച്ച് കറക്റ്റ് അല്ല. ഓക്കെ, സോ അവിടെ തന്നെ തെറ്റാണ്. ആ ഹെച്ച് അല്ല. ആ കഴിയുമ്പോൾ ഏതാണ് പോകേണ്ടത്? റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ഉള്ളത് ഏതാണ്? ഇക്കാണ് റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ഉള്ളത്. സോ ഇത് തെറ്റാണ് ചോദ്യം. Nella situazione rappresentata in figura il tram transita per il primo. ഏത് സിറ്റുവേഷനിലാണേലും ട്രാമാണ് ആദ്യമേ പോകേണ്ടത്. ഏത് സിറ്റുവേഷനിലാണേലും ട്രാം ഉണ്ടോ, ആ ജംഗ്ഷനിൽ ട്രാം ഉണ്ടെങ്കിൽ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ട്രാമാണ് മുന്നേ പോകേണ്ടത്. è vero. Nella situazione rappresentata in figura il veicolo H deve impegnare l'incrocio dopo il passaggio dei veicoli B e C. അക്ക ഏതാണ്? ഇതാണ് അക്ക. അക്കയുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏതാണുള്ളത്? ബി മാത്രമേ ഉള്ളൂ. ചി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ബിയും ചിയും പോയി കഴിഞ്ഞാലേ അക്കായ്ക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഫാൾസോ. ബി പോയി കഴിഞ്ഞാൽ അത് എടുക്കാമായിരുന്നു. Nell'incrocio rappresentato nella figura il conducente del veicolo A alla destra libera il veicolo A. veicolo A ഏതാണ്? ഇതാണ്. വെഹിക്കിളോ ആയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആണോ? അല്ല. എസ് ഉണ്ട്, പിന്നെ ഇ ഉണ്ട്. ഡി കയറി പോകും. ഡിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആണ്, അത് കയറിപ്പോയി കഴിഞ്ഞാലും. പക്ഷേ എസ്സും ഇയും ഉള്ളതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ അല്ല. ഫാൾസോ. Nell'incrocio rappresentato nella figura il conducente del veicolo A ha la precedenza rispetto al veicolo D. ആയ്ക്ക് മുൻഗണനയുണ്ടോ ഡിനെക്കാട്ടിലും? ഉണ്ട്. എന്നാന്ന് വെച്ചാൽ ഡിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ആയ ഉള്ളത്, ആയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഡി ഉള്ളത്. അപ്പം ഇത് ലാസ്റ്റിലേ പോകാൻ പറ്റത്തുള്ളൂ. ഡി എന്ന് പറയുന്ന ഈ വെഹിക്കിളിന് ലാസ്റ്റ് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. è vero. Secondo le norme di precedenza nell'incrocio rappresentato in figura il veicolo N deve attendere il transito del veicolo E. N ഏതാണ്? ഇതാണ് N. അതിൻ്റെ റൈറ്റ് ഹാൻഡിൽ വരുന്ന ഏതാണ്? എ. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആയി കഴിഞ്ഞാൽ ഇത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ എന്നിന് എ പോകുന്നിടം വരെ നിൽക്കണോ എന്നാണ് ചോദ്യം. è vero. Nell'incrocio rappresentato in figura il veicolo B e S transitano contemporaneamente. ബി ആദ്യമായിട്ട് പോകും. വേറെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആയതുകൊണ്ട് ബിക്ക് ആദ്യമായിട്ട് പോകാം. പക്ഷേ എസ്സിന് പോകാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതുകൊണ്ട് എസ്സിന് പോകാൻ പറ്റില്ല. അപ്പം ഒരേ സമയത്തല്ല പോകുന്നത് ബിയും എസ്സും. അപ്പോൾ ഫാൾസോ. Nella situazione rappresentata in figura il veicolo C passa per primo. ചിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എച്ച് ഉണ്ട്, അതുകൊണ്ട് ആദ്യമേ പോകാൻ പറ്റുകയില്ല. ബിക്കാണ് ആദ്യമേ പോകാൻ പറ്റുന്നത്, ബിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആയതുകൊണ്ട്. ഫാൾസോ. Nella situazione rappresentata in figura il veicolo H passa per primo. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏതാവുള്ള ബി ഉണ്ട്, അക്കയുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ബി ഉള്ളതുകൊണ്ട് അതിന് പോകാൻ പറ്റത്തില്ല. ഫാൾസോ. Dovendo attraversare l'incrocio rappresentato in figura il veicolo E deve dare la precedenza ai veicoli R e L. എന്ത് ചെയ്യാണ്? ഗ്രീൻ ആണ്. ഗ്രീൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏതൊക്കെയാണുള്ളത്? ആറും എല്ലും. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉള്ള രണ്ടും കാറിന് dovendo attraversare l'incrocio rappresentato in figura il veicolo E deve dare la precedenza ai veicoli R e L. യെസ്. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആയതുകൊണ്ട്. വേറോ.
Secondo le norme di precedenza nell'incrocio rappresentato in figura il veicolo T transita per primo. Tramമാണ്, T എന്ന് പറഞ്ഞാൽ tramമാണ്, è vero. Giungendo all'incrocio rappresentato in figura il veicolo L passa per primo. എല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏതാ വരുന്നത്? ചി വരും. അല്ല. അപ്പോൾ പ്രീമോ ആയിട്ട് അത് പാസ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യമായിട്ട് പാസ് ചെയ്യുന്നത് ഏതാണ് ഈ ഫിഗറിൽ? ആയാണ്. അത് കഴിഞ്ഞ് ചി പോകും. അത് കഴിഞ്ഞ് ഉൾത്തിമോ മാത്രമേ എല്ലിന് പാസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫാൾസോ. Nell'incrocio rappresentato in figura il veicolo passano nel seguente ordine. D, C, A, H. D ഏതാണ്? കറക്റ്റാണ്. ഡി ചി കറക്റ്റാണ്. ഡി ചിയും പോയി കഴിയുമ്പോൾ ആയിക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആണ്. എ വേറോ. Nell'incrocio rappresentato in figura il veicolo A ed R devono se necessario fermarsi. നെച്ചസാരിയോ അല്ല, സെ നെച്ചസാരിയോ ഫെർമാർസി അല്ല, ധാരാള പ്രസിഡൻസ് ഒബ്ലിഗോ ആണ്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്കിത് ഫാൾസ് എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്താണ് വരുന്നതെന്ന്. ഇതൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളതാണ്. എന്നാൽ ഇത് ഒബ്ലിഗത്തോറിയാണ് ഫെർമാർസി. എന്താണെന്ന് വെച്ചാൽ ധാരാള പ്രസിഡൻസ അദസ്ത്ര സിനിസ്ത്ര കൊടുക്കണമെന്നുള്ളതാണ് ഈ സൈനിൻ്റെ നിയമം. അദസ്ത്ര ദാരെ പ്രസിഡൻസ അദസ്ത്ര എ സിനിസ്ത്ര എ ഒബ്ലിഗത്തോറിയോ ആണ്. Nell'incrocio rappresentato nella figura il conducente del veicolo P ha la precedenza su tutti i veicoli. പിക്ക് മുൻഗണനയുണ്ടോ? ഇല്ല. ട്രാമിനാണ് മാത്രമാണ് മുൻഗണന ഉള്ളത്. വേറെ ഒരു വെഹിക്കിളിനും മുൻഗണനയില്ല. ഫാൾസോ. Nell'incrocio rappresentato in figura il veicolo P passa per l'ultimo. പി ആണോ അവസാനം പോകേണ്ടത് ഈ ഫിഗറിൽ? നമുക്കൊന്ന് നോക്കിയാലോ. ചിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആണ്. ചിക്ക് കയറിപ്പോയാൽ ചി കയറിപ്പോയി കഴിയുമ്പോൾ ആയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആയി. യെസ്. അത് കഴിയുമ്പോൾ മാത്രമേ പിക്ക് പോകാൻ പറ്റൂ. എ വേറോ. അവസാനമായിട്ടാണ് പി പോകേണ്ടത്. Secondo le norme di precedenza nell'incrocio rappresentato in figura il veicolo P può passare prima del veicolo B. അപ്പം ഡി ആക്കിയാണ് റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ഉള്ളത്. ഡി കയറിപ്പോയി കഴിഞ്ഞാൽ അവസാനം അടുത്തത് പി വരും. പിക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? പിക്ക് ബിയിനെക്കാട്ടി മുന്നേ പോകാൻ പറ്റുമോ? യെസ്. വേറോ. Nella situazione rappresentata in figura il veicolo O deve attendere il transito del tram e che il veicolo A si porti al centro. ഷുവറായിട്ടും. എന്നാന്ന് വെച്ചാൽ ട്രാം പോയി കഴിയുമ്പോൾ ഇത് മുന്നോട്ട് വരും. ഇത് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഓയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആകും. അത് വേറെയാണ്. Nell'incrocio rappresentato in figura il veicolo L deve attendere il transito del veicoli E e C. L ഏതാണ്? ബ്ലൂ കളറിലുള്ള കാറ്. എക്ക് ആദ്യമേ തന്നെ പോകും. എ ആണ് റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ഉള്ളത്. അത് കഴിയുമ്പം ചി പോകും. അത് കഴിയുമ്പോൾ മാത്രമേ എല്ലിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം വേറെയാണ്. Attraverso l'incrocio in figura i veicoli passano nel seguente ordine. C, A, D, L. ചി ആണോ ആദ്യമേ പോകുന്നത്? അല്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ചിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇമ്പഞ്ഞറ്റാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ക്ലോസ്ഡ് ആണ്. എല്ലാണ് ആദ്യമേ പോകേണ്ടത്. എല്ല് പോയി കഴിയുമ്പോൾ എല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആയതുകൊണ്ട് എല്ല് കയറിപ്പോവും. അത് കഴിയുമ്പോൾ ചിക്ക് പോകാം. എ ഫാൾസോ. Nella situazione rappresentata in figura veicolo M deve attendere il transito del veicolo O. എം ഏതാണ്? എം വന്നിരിക്കുന്ന മോത്തോറീനയാണ്. ആദ്യമേ ട്രാം പോവും. അത് കഴിഞ്ഞ് ഓയ്ക്ക് പോകാൻ പറ്റത്തില്ല, റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഓയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫ്രീ ആകും. ആയിക്ക് പോകാൻ പറ്റത്തില്ല, പിന്നെ പുള്ളിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ക്ലോസ്ഡ് ആയതുകൊണ്ട് മോട്ടർ വെച്ചിട്ട് ഓ പോയി കഴിയുമ്പോൾ എമ്മിന് പോകാം. അപ്പോൾ അത് കറക്റ്റാണ്. വേറോ. അപ്പോൾ നമുക്ക് നോക്കാം എത്ര എണ്ണം കറക്റ്റ് കിട്ടിയതുകൊണ്ടെന്ന്. നമുക്ക് 29 എണ്ണം കറക്റ്റുണ്ട്. ഒരെണ്ണം മാത്രമാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾക്ക് ഏതാണ് തെറ്റായിട്ട് വന്നതെന്ന് നോക്കാം.
ഞാൻ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞത് തന്നെ ആയിരിക്കണം തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയൊന്നിലും അത് തെറ്റാകാൻ ചാൻസ് ഇല്ല. എക്കോ ഇവിടെ അത് തന്നെയാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ലിങ്ക് intercessione in figura il veicolo ha ed R devono se necessario fermarsi. അപ്പം ചോദ്യം എന്നാന്ന് വെച്ചാൽ ആയും ഇത് രണ്ടും ധാരാള പ്രസിഡൻസിയുടെ സൈൻ ഉള്ളതാണ്. ആയിക്കും എറിനും ഇതിനും ആയിക്കും എറിനും ധാരാള പ്രസിഡൻസിയുടെ സൈൻ ഉള്ളതാണ്. അപ്പം se necessario fermarsi devono fermare. അപ്പം se necessario എന്ന് ചോദിച്ചാലും അത് ഒബ്ലിഗത്തോറിയോ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പം അതെനിക്ക് ഇറ്റാലിയൻ അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടാഞ്ഞുകൊണ്ടാണ് അത് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഫാൾസോ എനിക്കും തോന്നിയായിരുന്നു അത് തെറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് നമ്മളൊന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. നെച്ചസാരിയോ ഇവിടെ എന്ത് കണ്ടാലും നെച്ചസാരിയോ ആണെന്ന് ചോദിച്ചാലും നിങ്ങൾ അതൊന്നും നോക്കണ്ട. വേറൊന്ന് മാത്രം എഴുതുക, വേറൊന്ന് മാത്രം കൊടുത്താൽ മതി. അവർ ഒബ്ലിഗത്തോറിയോ ആണ്. നെച്ചസാരിയോ ഫെർമാർസി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇട്ടോ, വേറൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് എന്താണെങ്കിലും ചെക്ക് ചെയ്യാം. ആപ്രിൽ മാനുവൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മാനുവലിൽ എന്താണെന്ന് അവർ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. Il veicolo A ed R avendo il cartello di dare la precedenza deve dare la precedenza a destra e sinistra. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഈ സൈൻ ബോർഡ് ഉള്ളത് കൊണ്ട് അവർക്ക് മുൻഗണന കൊടുക്കണം ബാക്കിയുള്ള വെഹിക്കിളിന്. സിനിസ്ത്ര ആണെങ്കിലും അധസ്ത്ര ആണെങ്കിലും എവിടെ നിന്ന് വന്നാലും അവർക്ക് മുൻഗണന കൊടുക്കണം ബാക്കിയുള്ള വെഹിക്കിൾസിന്. ആ സൈനുള്ള ആ ഡയറക്ഷനിലെ വെഹിക്കിൾസിന് ബാക്കിയുള്ള വെഹിക്കിൾസിന് മുൻഗണന കൊടുക്കണം. സോ quindi il veicolo N è il primo ad attraversare l'incrocio. ബാക്കി ഒരു വെഹിക്കിളുള്ളത് നമ്മൾ കണ്ട ആ ഇതിൽ N ആണുള്ളത്. അപ്പം ബാക്കിയുള്ള വെഹിക്കിൾസിന് നിന്ന് കൊടുത്തിട്ട് ആ ഉള്ള വെഹിക്കിൾ മുന്നോട്ട് പോകാൻ അനുവദിക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെർ ഫവോറെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയം എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഹാവ് എ ഗ്രേറ്റ് ഡേ.